കഥ തുടങ്ങുന്നത് കൊറിയയിലെ വമ്പൻ ഫുഡ് കമ്പനിയായ ഗോ ഫുഡിൽ നിന്നാണ്. വിദേശത്തെ പഠനവും ജോലിയുമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് കമ്പനിയുടെ പുതിയ CEO ആയ കാങ് തെമു. കാണാൻ സിനിമാ നടനെ പോലെ ലുക്ക്, തല നിറയെ ബിസിനസ് ബുദ്ധി, കയ്യിൽ അച്ചട്ടായ പൈസ. പുള്ളിക്കാരൻ ചാർജ് എടുത്ത അന്ന് തന്നെ കമ്പനിയിൽ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. സാധാരണ സിഇഒമാർ വന്ന് വലിയ പ്രസംഗമൊക്കെ നടത്തുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ നമ്മുടെ തേമു വന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? എനിക്ക് വെറുതെ സംസാരിച്ച് സമയം കളയാൻ താല്പര്യമില്ല. എൻ്റെ സെക്രട്ടറി റിപ്പോർട്ട് വായിക്കും, അത് കേട്ട് എല്ലാവരും ജോലിക്ക് പൊയ്ക്കോളൂ. അത്രയ്ക്ക് കഠിന ഹൃദയനും ജോലിഭ്രാന്തനുമാണ് കക്ഷി. ഇയാൾക്ക് പ്രേമിക്കാനോ കല്യാണം കഴിക്കാനോ ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഇയാളുടെ മുത്തശ്ശന് ഒരൊറ്റ ആഗ്രഹമേയുള്ളൂ, പേരക്കുട്ടിയുടെ കല്യാണം കാണണം. അതിനായി മുത്തശ്ശൻ കൊറിയയിലെ വലിയ പണക്കാരുടെ ലിസ്റ്റുണ്ടാക്കി തേമുവിനെ നിർബന്ധിച്ച് പെണ്ണു കാണാൻ വിടാൻ പ്ലാൻ ചെയ്യുകയാണ്. ഇനി നേരെ നമ്മുടെ നായികയിലേക്ക് വരാം, ഷിൻഹാരി. അവൾ ഇതേ കമ്പനിയിലെ ഒരു സാധാരണ ഫുഡ് റിസർച്ചറാണ്. പാവം, രാപ്പകൽ കഷ്ടപ്പെട്ട് പുതിയ ഭക്ഷണങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് ജോലി. അവളുടെ വീട്ടുകാർ ഒരു ചെറിയ ചിക്കൻ കട നടത്തുകയാണ്. വീട്ടിൽ ചെന്നാൽ സമാധാനമില്ല, കാരണം കുറെ കടങ്ങളുണ്ട്. അതിനിടയിലാണ് ഹാരിക്ക് കോളേജ് കാലം തൊട്ടേ ഒരാളോട് ഒരു വശപ്പശക് പ്രണയമുള്ളത്. പക്ഷെ പുള്ളിക്കാരനാണെങ്കിൽ ഇവളെ വെറും ഒരു കൂട്ടുകാരിയായിട്ടേ കാണുന്നുള്ളൂ. ആ ഒരു വിഷമം മനസ്സിലിട്ട് നടക്കുമ്പോഴാണ് ഹാരിയുടെ ജീവിതം മാറ്റിവരയ്ക്കുന്ന ആ സംഭവം നടക്കുന്നത്. ഹാരിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ജിൻ യങ് സിയോ. അവൾ ഒരു വമ്പൻ കോടീശ്വരന്റെ മകളാണ്. ഈ യങ് സിയോയുടെ അച്ഛൻ അവളെ നിർബന്ധിച്ച് പണക്കാരായ ചെറുക്കന്മാരെ കൂടെ പെണ്ണു കാണാൻ വിടും. യങ് സിയോക്ക് ഇതിലൊട്ടും താല്പര്യമില്ല. അവൾക്കൊരു സിനിമാറ്റിക് ലവ് സ്റ്റോറിയത്തിലൂടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രണയിച്ച് കല്യാണം കഴിക്കാനാണ് ആഗ്രഹം. അങ്ങനെ അവൾ ഹാരിയുടെ അടുത്ത് വന്ന് കരയാൻ തുടങ്ങി. ഡി ഹാരി, നീ എനിക്ക് പകരം എൻ്റെ പേരും പറഞ്ഞ് ആ ചെറുക്കനെ കാണാൻ പോണം. എന്നിട്ട് അവനെ എങ്ങനെയെങ്കിലും വെറുപ്പിച്ച് ഓടിക്കണം. മുൻപും നീ എന്നെ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ടല്ലോ. നീ ഇത് ചെയ്താൽ നിന്റെ കടം വീട്ടാൻ ഞാൻ നല്ലൊരു തുക തരാം. കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടും കൂട്ടുകാരിയുടെ അവസ്ഥ കണ്ടതുകൊണ്ടും നമ്മുടെ ഹാരി ഒടുവിൽ ആ ഓഫർ സ്വീകരിക്കുകയാണ്. അങ്ങനെ ആ ദിവസം വന്നു. യങ് സിയോ തന്ന വില കൂടിയ വസ്ത്രങ്ങളും മേക്കപ്പുമൊക്കെ ഇട്ട് ഹാരി ഒടുവിൽ ആ ആഡംബര ഹോട്ടലിലേക്ക് എത്തി. ചെറുക്കൻ ഇരിക്കുന്ന ടേബിളിന്റെ അടുത്തെത്തി. അവൻ തിരിഞ്ഞു നോക്കിയതും ഹാരിയുടെ സകല നിയന്ത്രണവും പോയി. ആകാശം മിടിഞ്ഞു വീണ അവസ്ഥ. കാരണം മുന്നിലിരിക്കുന്നത് മറ്റാരുമല്ല, താൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ സാക്ഷാൽ CEO കാങ് തെമു. ഹാരി മനസ്സിൽ വിചാരിച്ചു, തീർന്നു, ഇന്നെൻ്റെ ജോലി തെറിച്ചു. പക്ഷേ ഭാഗ്യത്തിന് അവൾ വലിയ മേക്കപ്പിലും വേറെ സ്റ്റൈലിലുമായതുകൊണ്ട് ബോസിന് അവളെ പെട്ടെന്ന് മനസ്സിലായില്ല. അവൻ വിചാരിച്ചത് ഇവൾ ജിൻ യങ് സിയോ ആണെന്നാണ്. എങ്ങനെയെങ്കിലും ഈ ബോസിനെ വെറുപ്പിച്ച് ഓടിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന് ഹാരിക്ക് മനസ്സിലായി. അവൾ പിന്നെ അവിടെ അഴിഞ്ഞാടാൻ തുടങ്ങി. ശബ്ദമൊക്കെ മാറ്റി വട്ടായ ഒരു പെൺകുട്ടിയെ പോലെ അവൾ സംസാരിക്കാൻ തുടങ്ങി. തേമുവിന് കാപ്പി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് കാപ്പിയൊന്നും ഇഷ്ടമല്ല, എനിക്ക് ബ്രാൻഡഡായ ആഡംബര സാധനങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ. എന്ന് മാത്രമല്ല, ബോസിനെ പേടിപ്പിക്കാൻ വേണ്ടി തൻ്റെ വില കൂടിയ ബാഗ് എടുത്ത് അവൾ ഓരോ പേര് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവർ ഇവളെ നോക്കി ചിരിക്കാൻ തുടങ്ങി. പക്ഷേ തേമു ഒന്നും മിണ്ടാതെ ഇതെല്ലാം കൺഫ്യൂഷനോടെ കണ്ടിരിക്കുകയാണ്. ഒടുവിൽ സഹികെട്ട് അവൾ വിചാരിച്ചു, ഇവനെ ഒരൊറ്റയടിക്ക് ഓടിക്കണം. അവൾ നേരെ ബോസിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ചൂടെടുക്കുന്നു, നമുക്കൊരുമിച്ച് അടുത്തു വല്ല ഹോട്ടലിലും പോയി റൂം എടുക്കാം. ഇത്രയും കേട്ടാൽ ഏത് നല്ല ചെറുക്കനും ഓടിപ്പോകുമെന്നാണ് ഹാരി വിചാരിച്ചത്. അവൾ പ്ലാൻ സക്സസ് ആയ സന്തോഷത്തിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇതേ സമയത്താണ് നമ്മുടെ കഥയിലെ രണ്ടാമത്തെ പ്രണയ കഥ തുടങ്ങുന്നത്. നായികയുടെ പണക്കാരിയായ കൂട്ടുകാരി യങ് സിയോ ഒരു കടയിൽ വെച്ച് യാദൃശ്ചികമായി ഒരാളെ കാണാൻ ഇടയാവുകയാണ്. ആദ്യത്തെ നോട്ടത്തിൽ തന്നെ അവൾക്ക് അയാളോട് കട്ട പ്രണയം തോന്നുന്നു.
പുള്ളിക്കാരൻ കാണാൻ നല്ല ക്യൂട്ട് ലുക്കായിരുന്നു. അവൾക്ക് അയാളുടെ പേരോ വിവരങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിലും തൻ്റെ സ്വപ്നത്തിലെ രാജകുമാരൻ ഇതാണെന്ന് അവൾ ഉറപ്പിച്ചു. പക്ഷേ ഇവിടെയുള്ള ട്വിസ്റ്റ് എന്താണെന്നറിയുമോ? ആ ചെറുക്കൻ മറ്റാരുമായിരുന്നില്ല, നമ്മുടെ CEO തേമുവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും അവൻ്റെ പേഴ്സണൽ സെക്രട്ടറിയുമായ ചാ സുങ് ഹൂൻ ആയിരുന്നു അത്. വിധി അവരെ എങ്ങനെയാണ് ഒരുമിപ്പിച്ചത് എന്ന് നമ്മൾ വഴി പോകെ കാണാൻ പോവുകയാണ്. ഇനി നമുക്ക് ഹോട്ടലിലെ ആ പെണ്ണുകാണലിലേക്ക് തിരിച്ചു വരാം. ഹാരി വിചാരിച്ചത് ആ ചെറുക്കൻ പേടിച്ചോടി കാണുമെന്നാണ്. എന്നാൽ കഥ അവിടെയാണ് തലക്കീഴായി മറിഞ്ഞത്. തേമു നേരെ വീട്ടിൽ ചെന്ന് മുത്തശ്ശനോട് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞ ആ പെൺകുട്ടിയെ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അവൾ മറ്റുള്ളവരെ പോലെ കള്ളത്തരം കാണിക്കാതെ സ്വന്തം സ്വഭാവം തുറന്നു കാണിച്ചു. എനിക്ക് അവളെ തന്നെ കല്യാണം കഴിക്കണം. വാർത്തയറിഞ്ഞ് ഹാരിയും യങ്സിയോയും ഞെട്ടിത്തരിച്ചു. ഒടുവിൽ സത്യം പുറത്തറിയാതിരിക്കാൻ ഹാരി വീണ്ടും മറ്റൊരു വ്യാജ പേരിൽ തേമുവിനെ നേരിട്ട് ചെന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല, എന്നെ വിട്ടേക്ക്. പക്ഷേ വിട്ടുകൊടുക്കാൻ തേമു തയ്യാറായിരുന്നില്ല. കാരണം ഓരോ ദിവസവും മുത്തശ്ശൻ അവനെ പുതിയ പുതിയ പെണ്ണു കാണാൻ നിർബന്ധിച്ച് ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ തേമു ഹാരിയുടെ മുന്നിൽ ഒരു ബിസിനസ് പ്രപ്പോസൽ വെച്ചു. നീ എൻ്റെ കാമുകിയായി എൻ്റെ മുത്തശ്ശൻ്റെ മുന്നിൽ അഭിനയിക്കണം. ഓരോ തവണ വരുമ്പോഴും ഞാൻ നിനക്ക് കൃത്യമായ തുക തരാം. നമുക്കൊരു കരാർ ഒപ്പിടാം. പണത്തിന് വലിയ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ടും ബോസിന്റെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാനും ഹാരി ഒടുവിൽ ആ കള്ളക്കരാറിൽ ഒപ്പിട്ടു. അതിനുശേഷം അവർ മുത്തശ്ശനെ കാണാൻ പോകുന്ന രംഗങ്ങളൊക്കെ വമ്പൻ കോമഡിയാണ്. മുത്തശ്ശന് സംശയം വരാതിരിക്കാൻ അവർ എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നതിന് ഒരു സിനിമാറ്റിക് കള്ളക്കഥ വരെ ഇവർ ഉണ്ടാക്കി വെച്ചു. മുത്തശ്ശനാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ പാവം സ്വഭാവം കണ്ട് അവളെ ഒരുപാട് ഇഷ്ടപ്പെടാനും തുടങ്ങി. ഈ അഭിനയത്തിനിടയിൽ ഹാരിയോട് അറിയാതെ ചെറിയൊരു അടുപ്പം തേമുവിനും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വശത്ത് പുറത്തു വെച്ച് സിഇഒയുടെ കള്ളക്കാമുകിയായി അഭിനയിക്കുമ്പോഴും മറുവശത്ത് ഓഫീസിൽ വെച്ച് ബോസിന്റെ മുന്നിൽ പെടാതിരിക്കാൻ ഹാരി കാണിക്കുന്ന വിദ്യകൾ കണ്ട് കാണുന്നവർക്ക് ശരിക്കും ചിരി വരും. ബോസിനെ ദൂരെ കാണുമ്പോൾ തന്നെ അവൾ ബാത്റൂമിൽ ഒളിക്കും, അല്ലെങ്കിൽ വലിയ ഫയലുകൾ വെച്ച് മുഖം മറക്കും. അങ്ങനെ ഓഫീസിൽ ഒരു പാവം ജീവനക്കാരിയായും പുറത്ത് ബോസിന്റെ മോഡേൺ കാമുകിയായും അവൾ കഷ്ടപ്പെട്ട് ഇരട്ട ജീവിതം നയിച്ചു വരികയായിരുന്നു. എന്നാൽ ഒരു ദിവസം ഓഫീസിൽ വെച്ച് ഒരു വലിയ മീറ്റിംഗ് നടക്കുകയാണ്. ഹാരി തിരക്കിട്ട് കുറെ പുതിയ ഫുഡ് സാമ്പിളുകളുടെ ഫയലുകളുമായി ലിഫ്റ്റിലേക്ക് കയറാൻ വരുമ്പോൾ ദാ മുന്നിൽ നിൽക്കുന്നു സാക്ഷാൽ CEO. പെട്ടെന്ന് ഞെട്ടിയ ഹാരിയുടെ കയ്യിലിരുന്ന ഫയലുകളെല്ലാം തറയിലേക്ക് ചിതറി വീണു. അവൾ പരിഭ്രമത്തോടെ അത് പെറുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഹീറോ തേമുവും താഴെ ഇരുന്ന് ആ ഫയലുകൾ എടുത്തു കൊടുക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ തറയിൽ കിടന്ന ഒരു ചെറിയ കാർഡ് തേമുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ അത് എടുത്തു നോക്കി. അതെന്തായിരുന്നു എന്ന് അറിയുമോ? ഗോ ഫുഡ് കമ്പനി ഫുഡ് റിസർച്ചർ ഷിൻഹാരി എന്നെഴുതിയ അവളുടെ ഒറിജിനൽ ID കാർഡ്. അതിലെ ഫോട്ടോയിലേക്ക് നോക്കിയ തേമു ഞെട്ടിപ്പോയി. കാരണം തൻ്റെ മുന്നിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഈ ജീവനക്കാരിയുടെ മുഖവും ഇത്രയും നാൾ തൻ്റെ കാമുകിയായി അഭിനയിച്ച് തൻ്റെ കൂടെ നടന്ന പെൺകുട്ടിയുടെ മുഖവും ഒന്നു തന്നെയാണ്. താൻ ഇത്രയും നാൾ വിശ്വസിച്ച തൻ്റെ മുത്തശ്ശനെ പോലും പരിചയപ്പെടുത്തിയ പെൺകുട്ടി സ്വന്തം ഓഫീസിലെ ജീവനക്കാരിയാണെന്ന് തേമു തിരിച്ചറിയുന്ന ആ നിമിഷം കോപം കൊണ്ട് അവൻ്റെ കണ്ണുകൾ ചുവക്കുന്നു. തൻ്റെ ബോസ് സത്യമെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഹാരിയുടെ സകല ബോധവും പോകുന്നു. തന്നെയും തൻ്റെ മുത്തശ്ശനെയും ഇത്രയും നാൾ പറ്റിച്ച് കൂടെ നടന്ന് കളിയാക്കുകയായിരുന്നോ ഇവൾ എന്നോർത്ത് അവൻ കലിപ്പിലായി. പക്ഷേ തേമു കാര്യങ്ങൾ അത്ര പെട്ടെന്ന് വിട്ടുകളയാൻ തയ്യാറായിരുന്നില്ല. അവൻ വിചാരിച്ചു, ഇവളായിട്ട് എന്നോട് സത്യം തുറന്നു പറയുന്നത് വരെ ഞാൻ ഇവളെ ഇട്ട് നല്ലോണം കളിപ്പിക്കും. അങ്ങനെ ഹാരിയോട് പരുക്കൻ മട്ടിൽ പെരുമാറാൻ അവൻ പ്ലാൻ ചെയ്തു. അടുത്ത ദിവസം ഓഫീസിലെത്തിയ ഹാരി പേടിച്ചു വിറച്ചാണ് ഇരിക്കുന്നത്. ബോസ് സത്യമറിഞ്ഞോ ഇല്ലയോ എന്ന് അവൾക്ക് ഉറപ്പില്ല. എന്നാൽ തേമു അവളെ റൂമിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അവളുടെ ഡിപ്പാർട്ട്മെന്റിലെ ജോലികൾ ഓരോന്ന് പറഞ്ഞ് അവളെ ശരിക്കും കഷ്ടപ്പെടുത്താൻ തുടങ്ങി. ഒരു ഫുഡ് സാമ്പിൾ തന്നെ 10ഉം 20ഉം വട്ടം മാറ്റി ചെയ്യിപ്പിച്ച് അവളോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങി. തേമു ഓഫീസിൽ വെച്ച് ഷിൻഹാരി എന്ന ജീവനക്കാരിയെ കഷ്ടപ്പെടുത്തുമ്പോൾ ഓഫീസിന് പുറത്തു വെച്ച് കള്ളക്കാമുകിയായ കുംഹുയിയെ
ഫോൺ ചെയ്തും ശല്യം ചെയ്യാൻ തുടങ്ങി. ഹാരി ഒരേ സമയം ഓഫീസിലെ ജോലിയും ചെയ്യണം, വൈകുന്നേരം ബോസിന്റെ കള്ളക്കാമുകിയായി മേക്കപ്പ് ഇട്ട് ഓടിയെത്തുകയും വേണം. പാവം ഹാരി ആകെ തളർന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി സങ്കടം സഹിക്കാൻ വയ്യാതെ ഹാരി കുറച്ചു മദ്യപിച്ചു. ലക്കില്ലാതെ അവൾ നേരെ തേമുവിനെ ഫോൺ ചെയ്തു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ല. ജിങ് യങ് സിയോക്ക് പകരമാണ് ഞാൻ വന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ജോലി പോകുമെന്ന് പേടിച്ചാണ് ഞാൻ ഇത്രയും നാൾ മിണ്ടാതിരുന്നത്. ഹാരി കരഞ്ഞുകൊണ്ട് ഫോണിൽ സത്യം പറയുന്നത് കേട്ടപ്പോൾ തേമുവിൻ്റെ മനസ്സലിഞ്ഞു. അവൾ മനഃപൂർവ്വം ചെയ്തതല്ലെന്നും സാഹചര്യങ്ങൾ കൊണ്ട് പെട്ടുപോയതാണെന്നും അവൻ മനസ്സിലാക്കി. അടുത്ത ദിവസം അവൻ അവളെ നേരിട്ട് വിളിച്ചു. ഇനി അഭിനയം നിർത്താമെന്നും അവളോട് തനിക്ക് ദേഷ്യമില്ലെന്നും അവൻ പറഞ്ഞു. അതോടെ ഹാരിക്ക് വലിയൊരു ആശ്വാസമായി. ഹാരിയുടെ പ്രശ്നം ഒരു വഴിക്ക് നീങ്ങുമ്പോൾ അവളുടെ കൂട്ടുകാരി യങ് സിയോയുടെ ജീവിതത്തിൽ മറ്റൊരു ട്വിസ്റ്റ് നടക്കുകയാണ്. അവൾ തൻ്റെ അച്ഛനോട് പിണങ്ങി സ്വന്തം കാലിൽ ജീവിക്കാൻ വേണ്ടി ഒരു പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് മാറി താമസിച്ചു. അവിടെ ചെന്നപ്പോഴാണ് അവൾ ഞെട്ടിയത്. അവളുടെ തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്നത് മറ്റാരുമല്ല, അവൾ ആദ്യ നോട്ടത്തിൽ പ്രണയിച്ച തേമുവിൻ്റെ സെക്രട്ടറിയായ ആ ക്യൂട്ട് ചെക്കൻ ചാങ് സു ഹൂൻ. യങ് സിയോക്ക് ഭയങ്കര സന്തോഷമായി. അവൾ സുങ്ഹുനോട് സംസാരിക്കാൻ ഒരുപാട് നോക്കി. പക്ഷേ സുങ്ഹുൻ വളരെ സ്ട്രിക്റ്റ് ആയ ഒരാളാണ്. തൻ്റെ മുതലാളിയെ പറ്റിച്ച പെൺകുട്ടിയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് യങ് സിയയോട് ഒരു അകലം പാലിക്കാനാണ് അവൻ ശ്രമിച്ചത്. നമ്മൾ തമ്മിൽ വഴിയിൽ വെച്ച് കണ്ടാൽ പോലും സംസാരിക്കരുത്, ഒരു അതിര് വേണം എന്ന് സുങ്ഹുൻ അവളോട് കടുപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഒരു ദിവസം രാത്രി യങ് സിയോയുടെ റൂമിൽ ഒരു വലിയ പാറ്റ് വരുന്നു. പേടിച്ചു പോയ അവൾ നേരെ സുങ്ഹുവിൻ്റെ റൂമിലേക്ക് ഓടിക്കയറി. ആ ഒരു കോമഡി രംഗത്തോടെ അവർക്കിടയിലെ ആ അകലം പതുക്കെ കുറയാൻ തുടങ്ങി. സുങ്ഹുനും അറിയാതെ അവളോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. ഇനി നമ്മുടെ മെയിൻ കപ്പിളിലേക്ക് വരാം. അഭിനയമൊക്കെ നിർത്തിയെങ്കിലും തേമുവിൻ്റെ മനസ്സിന് ശാന്തമായിരുന്നില്ല. ഹാരി എപ്പോഴും അവൻ്റെ ചിന്തകളിൽ വരാൻ തുടങ്ങി. അവൾ ലാബിൽ ജോലി ചെയ്യുമ്പോൾ അവൻ ദൂരെ നിന്ന് നോക്കി നിൽക്കും. അവൾ മറ്റുള്ളവരോട് ചിരിച്ചു സംസാരിക്കുന്നത് കാണുമ്പോൾ അവൻ അറിയാതെ അസൂയപ്പെടാൻ തുടങ്ങി. ഒടുവിൽ തേമു തിരിച്ചറിഞ്ഞു, താൻ ആ പാവം ഫുഡ് റിസർച്ചർ പെൺകുട്ടിയെ ശരിക്കും പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. ബിസിനസ് അല്ലാതെ മറ്റൊരു കാര്യത്തിലും താല്പര്യമില്ലാത്ത ആ കഠിന ഹൃദയൻ ഒടുവിൽ പ്രണയത്തിൽ വീണു. അവൻ ഹാരിയോട് തൻ്റെ പ്രണയം തുറന്നു പറയാൻ തീരുമാനിച്ചു. അതിനായി അവൻ ഒരു വലിയ പ്ലാൻ ഇട്ടു. ഒരു ബിസിനസ് ട്രിപ്പ് എന്ന വ്യാജേനെ അവൻ ഹാരിയെ മാത്രം കൂട്ടി കടൽ തീരത്തുള്ള ഒരു ഭംഗിയുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ച് അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങി നൽകി അവൻ അവളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ഹാരി വിചാരിച്ചത് ഇതെല്ലാം ബിസിനസിന്റെ ഭാഗമെന്നാണ്. പക്ഷേ തേമുവിൻ്റെ നോട്ടത്തിലും പെരുമാറ്റത്തിലും വന്ന മാറ്റം അവൾ പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയൊരു ഇമോഷണൽ രംഗം വരുന്നത്. നമ്മുടെ ഹീറോ തേമുവിന് കുട്ടിക്കാലത്തെ ഒരു വലിയ അപകടം കാരണം മഴ പെയ്യുന്നത് ഭയങ്കര പേടിയാണ്. മഴ പെയ്യുമ്പോൾ പുള്ളിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്ന് ശ്വാസം മുട്ടാൻ തുടങ്ങും. അവർ തിരിച്ചു കാറിൽ വരുമ്പോൾ പെട്ടെന്ന് വമ്പൻ മഴ പെയ്യാൻ തുടങ്ങി. തേമുവിൻ്റെ മുഖം ആകെ വിളറി വെളുത്തു. വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവൻ ഹാരിയോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഹാരിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവൻ്റെ സെക്രട്ടറിയോട് സംസാരിച്ചപ്പോഴാണ് തേമുവിൻ്റെ ഈ വലിയ മാനസിക വിഷമത്തെക്കുറിച്ച് അവൾ അറിയുന്നത്. അടുത്ത തവണ മഴ പെയ്തപ്പോൾ ഹാരി അവനെ തനിച്ചാക്കിയില്ല. അവൾ അവൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് അവൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തമാശകൾ പറഞ്ഞു. ആദ്യമായി തൻ്റെ പേടി മാറ്റാൻ ഒരാൾ കൂടെയുള്ളത് തേമുവിന് വല്ലാത്തൊരു ആശ്വാസമായി. അവളോടുള്ള പ്രണയം അവനിൽ 100 ഇരട്ടിയായി വർദ്ധിച്ചു. മഴ പെയ്ത ആ സംഭവത്തിന് ശേഷം തേമു നേരെ ഹാരിയുടെ അടുത്ത് ചെന്ന് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഹാരി, എന്നെ നിന്റെ കാമുകനായി സ്വീകരിക്കുമോ എന്ന്. പക്ഷേ ഹാരി പേടിച്ചുപോയി. കാരണം അവൾ ഒരു സാധാരണ ജീവനക്കാരിയും അവൻ കമ്പനി മുതലാളിയുമാണ്.
വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ചിന്തകൾ കാരണം അവൾ ആ പ്രണയം നിരസിക്കാൻ നോക്കി. എന്നാൽ തേമു വിട്ടുകൊടുത്തില്ല. അവൻ അവളെ പ്രണയിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടന്നു. ഒടുവിൽ ഹാരിയും തൻ്റെ മനസ്സിലെ പ്രണയം തിരിച്ചറിഞ്ഞു. അവർ രഹസ്യമായി പ്രണയിക്കാൻ തുടങ്ങി. ഓഫീസിൽ ആരും കാണാതെ അവർ പരസ്പരം നോക്കുന്നതും കൈമാറുന്നതുമായ രംഗങ്ങൾ കട്ട ക്യൂട്ടാണ്. എന്നാൽ ഒരു ദിവസം ഓഫീസിലെ ലോബിയിൽ വെച്ച് അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ ദാ വരുന്നു വില്ലൻ, തേമുവിൻ്റെ മുത്തശ്ശൻ. മുത്തശ്ശൻ വരുന്നത് കണ്ട് ഹാരി പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ നോക്കി. പക്ഷേ മുത്തശ്ശൻ അവളെ വിളിച്ചു. ആരാണത്? നിൽക്കൂ. മുത്തശ്ശൻ ഹാരിയുടെ മുഖത്തേക്ക് നോക്കാൻ വരുമ്പോൾ നമ്മുടെ ഹീറോ തേമു ഓടിയെത്തി. ഹാരിയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുത്തശ്ശന്റെ മുന്നിൽ മാസായി നിൽക്കുകയാണ്. ഹാരിയുടെ മുഖം മുത്തശ്ശന് കൃത്യമായി കാണാൻ പറ്റിയില്ല. തേമു മുത്തശ്ശനോട് കള്ളം പറഞ്ഞ് അവളെ അവിടെ നിന്ന് വേഗം രക്ഷപ്പെടുത്തി വിട്ടു. പക്ഷേ മുത്തശ്ശൻ അത്ര പൊട്ടനല്ലായിരുന്നു. തൻ്റെ പേരക്കുട്ടിക്ക് ആരോടോ ഒരു പ്രണയമുണ്ടെന്ന് മുത്തശ്ശൻ ഉറപ്പിച്ചു. പുള്ളി രഹസ്യമായി അന്വേഷിക്കാൻ തുടങ്ങി. ഒടുവിൽ ആ സത്യം മുത്തശ്ശൻ കണ്ടുപിടിച്ചു. തൻ്റെ പേരക്കുട്ടി പ്രേമിക്കുന്നത് മറ്റാരെയുമല്ല, തൻ്റെ കമ്പനിയിലെ സാധാരണ ജീവനക്കാരിയായ ഷിൻഹാരിയെയാണ്. ഇതറിഞ്ഞതും മുത്തശ്ശൻ കട്ടക്കലിപ്പിലായി. കാരണം പണക്കാരിയായ ജിൻയങ്സിയോക്ക് പകരമാണ് ഹാരി വേഷം കെട്ടി വന്നതെന്നും തന്നെ പറ്റിക്കുകയായിരുന്നു എന്നും മുത്തശ്ശന് മനസ്സിലായി. മുത്തശ്ശൻ ഹാരിയെ രഹസ്യമായി വിളിപ്പിച്ചു. എന്നിട്ട് ദേഷ്യത്തോടെ പറഞ്ഞു, നീ എൻ്റെ പേരക്കുട്ടിയെ ചതിക്കുകയാണ്. നിനക്ക് പണത്തോടുള്ള ആഗ്രഹം കൊണ്ടാണ് നീ അവൻ്റെ പുറകെ നടക്കുന്നത്. അതുകൊണ്ട് നീ ഉടനെ തന്നെ ഈ കമ്പനിയിൽ നിന്ന് രാജിവെച്ച് അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. മുത്തശ്ശൻ്റെ വാക്കുകൾ കേട്ട് ഹാരിയുടെ നെഞ്ച് തകർന്നു പോയി. അവൾ പണത്തിനു വേണ്ടിയല്ല തേമുവിനെ സ്നേഹിച്ചത്. പക്ഷേ ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയായതുകൊണ്ട് അവൾക്ക് മുത്തശ്ശൻ്റെ മുന്നിൽ അധികം സംസാരിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയോടി. അവൾ തൻ്റെ ഫോൺ ഓഫാക്കി വെച്ച് എങ്ങോട്ടോ മാറി നിന്നു. ഈ വിവരമറിഞ്ഞ് നമ്മുടെ ഹീറോ തേമുവിന് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി. അവൻ മുത്തശ്ശനോട് വന്ന് ചൂടായി. മുത്തശ്ശൻ വിചാരിക്കുന്നത് പോലെയല്ല അവൾ. ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവൾ എൻ്റെ കൂടെ അഭിനയിക്കാൻ വന്നത്. ഞാൻ തന്നെയാണ് അവളെ ഒരുപാട് സ്നേഹിക്കുന്നത്. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. തേമു കാറെടുത്ത് ഹാരിയെ തിരഞ്ഞ് നഗരം മുഴുവൻ പാഞ്ഞു നടന്നു. ഒടുവിൽ വമ്പൻ മഴ പെയ്യാൻ തുടങ്ങിയ ഒരു രാത്രിയിൽ വഴിയരികിൽ കുടയും മൂടി സങ്കടത്തോടെ നിൽക്കുന്ന ഹാരിയെ തേമു കണ്ടെത്തി. അവൻ കാറിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇനി ആര് പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ടുപോകില്ല ഹാരി എന്നവൻ ഉറപ്പിച്ചു പറഞ്ഞു. ആ രംഗം കാണുന്നവരുടെ കണ്ണ് നിറയിക്കുന്ന ഒന്നായിരുന്നു. ഇതേ സമയം നമ്മുടെ സെക്കൻഡ് കപ്പിളായ യങ് സിയോയുടെയും സെക്രട്ടറി സുങ് ഹുവിൻ്റെയും ജീവിതത്തിലും വമ്പം ഭൂകമ്പം നടക്കുകയായിരുന്നു. യങ് സിയോയുടെ പണക്കാരനായ അച്ഛൻ ഈ പ്രണയ വിവരം അറിഞ്ഞു. പുള്ളി സുങ്ഹുവിനെ നേരിട്ട് വിളിച്ച് ഒരു അനാഥനായ നിനക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഒരുപാട് അപമാനിച്ചു. ഇതറിഞ്ഞതും നമ്മുടെ ബോൾഡായ നായിക യങ് സിയോ കട്ടക്കലിപ്പിലായി. അവൾ നേരെ അച്ഛൻ്റെ മുന്നിൽ ചെന്ന് പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ ഈ കോടിക്കണക്കിന് വരുന്ന സ്വത്തുകളൊന്നും വേണ്ട. സുങ്ഹുവിൻ്റെ കൂടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. അവൾ സ്വന്തം വീട്ടിലെ സകല ആഡംബരങ്ങളും കാർഡുകളും അച്ഛൻ്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് വെറും കൈയോടെ സുങ്ഹുവിൻ്റെ കൈ പിടിച്ച് ആ വീട്ടിൽ നിന്ന് മാസായി ഇറങ്ങിപ്പോകുന്നു. സുങ്ഹുൻ അവളെ ചേർത്ത് പിടിച്ചു. അവർ രണ്ടുപേരും സ്വന്തമായി ഒരു ചെറിയ ബിസിനസ് തുടങ്ങി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ശരിക്കും കട്ട ലവ് ഗോൾസ് തരുന്ന ഒരു ജോഡിയായിരുന്നു അവർ. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ഇവരുടെ ഈ പ്രണയ ബഹളങ്ങൾക്കിടയിൽ പെട്ടെന്നൊരു ദിവസം മുത്തശ്ശന് നെഞ്ചുവേദന വന്ന് ആശുപത്രിയിലാകുന്നു. ടെസ്റ്റുകൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് മുത്തശ്ശൻ്റെ ഹൃദയത്തിന് ചെറിയൊരു തകരാറുണ്ട്. അത് മാറ്റണമെങ്കിൽ അമേരിക്കയിൽ കൊണ്ടുപോയി വലിയൊരു ഓപ്പറേഷൻ ചെയ്യണം. തേമുവിന് മുത്തശ്ശനെ ജീവനായിരുന്നു. മുത്തശ്ശൻ്റെ കൂടെ അമേരിക്കയിലേക്ക് പോകാൻ തേമു നിർബന്ധിതനായി. പക്ഷേ അവന് ഹാരിയെ പിരിഞ്ഞു പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഹാരി അവനോട് പറഞ്ഞു, മുത്തശ്ശൻ്റെ ആരോഗ്യമാണ് പ്രധാനം. നിങ്ങൾ കൂടെ പോകണം. ഞാൻ ഇവിടെ നിങ്ങൾക്കായി കാത്തിരിക്കും. ഒടുവിൽ വല്ലാത്തൊരു സങ്കടത്തോടെ തേമു മുത്തശ്ശനെയും കൂട്ടി അമേരിക്കയിലേക്ക് വിമാനം കയറി. പോകുന്നതിന് മുൻപ് അവൻ ഹാരിക്ക് ഒരു ക്യൂട്ട് മോതിരം സമ്മാനിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഒരു വലിയ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആരംഭിക്കുകയാണ്.
അമേരിക്കയിൽ പോയ തേമുവും കൊറിയയിലുള്ള ഹാരിയും ദിവസവും ഫോണിലൂടെ വീഡിയോ കോളിലൂടെയും തങ്ങളുടെ പ്രണയം നിലനിർത്തി പോന്നു. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. മുത്തശ്ശൻ്റെ അസുഖമൊക്കെ മാറി പുള്ളി പൂർണ്ണ ആരോഗ്യവാനായി. പക്ഷേ ജോലി തിരക്ക് കാരണം തേമുവിന് നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല. അതിനിടയിലാണ് കൊറിയയിലെ TV ചാനലുകളിൽ ഒരു വാർത്ത വരുന്നത്. അമേരിക്കയിലെ ഒരു പ്രശസ്ത നടിയുമായി നമ്മുടെ CEO കാങ് തേമു പ്രണയത്തിലാണ് എന്ന്. ഇത് കേട്ടതും ഹാരിക്ക് ദേഷ്യവും സങ്കടവും വന്നു. അവൾ അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലായിരുന്നു. അവൾ കലിപ്പിലായി നേരെ അമേരിക്കയിലേക്ക് വിമാനം കയറാൻ വേണ്ടി ബാഗും എടുത്ത് ഇറങ്ങി. അവൾ നടന്നു പോകുമ്പോൾ ദാ മുന്നിൽ നിൽക്കുന്നു നമ്മുടെ ഹീറോ കാങ് തേമു. അവളുടെ പ്രിയപ്പെട്ട ചെറി ബ്ലോസം പൂക്കൾ പൊഴിയുന്ന ആ മരത്തിൻ്റെ താഴെ അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. TVയിലെ വാർത്തയെല്ലാം വെറും കള്ളക്കഥയാണെന്ന് അവൻ അവളോട് പറഞ്ഞു. തന്നെ കാണാൻ വരാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് സർപ്രൈസായി ഓടിയെത്തിയതാണ് കക്ഷി. മാത്രമല്ല വമ്പനൊരു ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? അമേരിക്കയിൽ വെച്ച് ഹാരിയുടെ ഫുഡ് പ്രൊഡക്റ്റുകളെ കുറിച്ച് തേമു പറഞ്ഞു കേട്ട് ഇപ്പോൾ മുത്തശ്ശനും ഹാരിയെ ഭയങ്കര ഇഷ്ടമായിരിക്കുകയാണ്. കല്യാണത്തിന് മുത്തശ്ശൻ പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. തേമു പതുക്കെ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ആ പഴയ മോതിരം എടുത്ത് ചോദിക്കുകയാണ്, ഹാരി, നീ എന്നെ കല്യാണം കഴിക്കാമോ എന്ന്. ഹാരി സന്തോഷം കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. യെസ് പറയുന്നു. അങ്ങനെ ആ ഒരു ക്യൂട്ട് ബിസിനസ് പ്രൊപ്പോസൽ ഒരു മനോഹരമായ കല്യാണത്തിൽ എത്തി നിൽക്കുകയാണ്. കണ്ടിരുന്ന എല്ലാവർക്കും ഒരു നല്ല അനുഭവം സമ്മാനിച്ചുകൊണ്ട് ഈ മനോഹരമായ കൊറിയൻ സീരീസ് ഇവിടെ ശുഭമായി അവസാനിക്കുന്നു. കഥ മുഴുവനായി ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്ത ഒരു അടിപൊളി കഥയുമായി വരുന്നതുവരെ ബൈ.